പിടിക്കാം, ഇതൊന്ന് പിടിക്കാവോ? ചാടി പിടിക്കണം. ഞാൻ ബസ്സിൽ കയറുമ്പോ ഞാൻ പറയും, ഇതിന്റെ മോള് പൊളിച്ച് എനിക്ക് എന്റെ കാശും തരേണ്ടി വരും, നിങ്ങൾ വണ്ടിയുടെ കാശും കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ സീറ്റ് തരാൻ പറയും. ഇപ്പം ഗുണങ്ങളാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒത്തിരി അപഹാസ്യപ്പെട്ടിട്ടുണ്ട് ഒത്തിരി. കാരണം വേറെ പേരൊക്കെ വിളിച്ച് നമ്മൾ ഈ പഠിക്കുന്ന കാലത്ത് നമ്മളെ ഈ വേറെ പേരൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അന്നൊന്നും ഞാൻ അധികം അങ്ങനെ പുറത്തോട്ട് വന്നിട്ടില്ല. ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഈ നല്ല ഹൈറ്റുള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര അത്ഭുതത്തോടെ ഇതെങ്ങനെയായിരിക്കും ഇത്ര ഹൈറ്റ് എന്നൊക്കെ നമ്മൾ ആലോചിക്കാറില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടുതൽ തരാനായിട്ട് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ത്രീകളിൽ ഒരാളെ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തട്ടെ. അപ്പൊ ആ ആളാണ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ആള്, അഡ്വക്കേറ്റ് കവിത. കവിത ചേച്ചി, വെൽക്കം ടു ദ ഷോ. ചേച്ചിയുടെ ഹൈറ്റ് എത്രയുണ്ട്? ഞാൻ 6.3. 6.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വെയിറ്റ് വരും? 6.3 എന്ന് പറഞ്ഞാൽ 190 ആണ്. ഞാൻ 192 ഉണ്ട്. ആണ്. അപ്പൊ നമുക്ക് കുറച്ച് നടന്ന് സംസാരിക്കാം. ഇത്ര ഹൈറ്റുള്ള ചേച്ചിയുടെ കൂടെ നടക്കുമ്പോ ഞാനാണ് നല്ല ഹീലൊക്കെ എന്ന് ഇവിടെ ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്, എന്നിട്ടും ഒരു രക്ഷയില്ല. ഞാനിങ്ങനെ ആകാശത്തേക്കൊക്കെ സംസാരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി, ആക്ച്വലി ഇല്ലേ, ഈ ഹൈറ്റ് കൂടി പോയി കഴിഞ്ഞാൽ ചേച്ചിക്ക് ബസ്സിലൊക്കെ കയറാൻ പറ്റാറുണ്ടോ? ബസ്സിൽ കയറുന്നതിന് കുഴപ്പമില്ല, പക്ഷെ തല മോളി മുട്ടും. ആണല്ലേ? അപ്പൊ എങ്ങനെ, എന്ത് ചെയ്യും? ഇരിക്കാൻ പറ്റുമോ? ഇരിക്കാനായിട്ട് ഇപ്പൊന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരുമാതിരി ആൾക്കാർക്ക് മുഴുവൻ എന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറുമ്പോ ഞാൻ പറയും, ഇതിന്റെ മോള് പൊളിച്ച് എനിക്ക് എന്റെ കാശും തരേണ്ടി വരും, നിങ്ങൾ വണ്ടിയുടെ കാശും കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ സീറ്റ് തരാൻ പറയും. അങ്ങനെ ഇരിക്കാറുണ്ട്. ആള് വിചാരിക്കണ പോലെ നല്ല അഡ്വക്കേറ്റ് തന്നെയാണ്. എല്ലാം അതിന്റെ കാശ് ഇതിന്റെ കാശ് മറ്റൊന്നും മറിച്ചതൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. ചേച്ചിയുടെ ഒച്ചയ്ക്ക് നല്ല വ്യത്യാസം ഉണ്ടല്ലോ. സ്പെഷ്യൽ എഫക്റ്റ് അത്. ചേച്ചി, ഇത്രയും ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര പാടല്ലേ? ഡ്രസ്സ് കിട്ടാൻ വലിയ പാടാണ്. പക്ഷെ ഇപ്പം പറഞ്ഞാൽ സാരി പിന്നെയും ഒപ്പിച്ച് കിട്ടുന്നുണ്ട്. ഞാനെന്ന് പറഞ്ഞാല് ഈ ഡ്രസ് മെറ്റീരിയൽ എടുത്ത് ഞാൻ തയ്ക്കുവാണ്. ഇങ്ങനെ ഞാൻ തന്നെ തയ്ക്കുക ചെയ്യുന്നത്. ആണോ? അതേ രക്ഷയുള്ളല്ലേ? ഒരു സാധനം നമ്മളൊരു കടയിലൊക്കെ ഒരു തുണി കാണുമ്പോ അത് എടുക്കണം എന്നൊരു ആഗ്രഹം വരുമ്പോ അത് വലിയ പാടാണ്. വലിയ വിഷമം ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ചെരുപ്പിന്റെ കാര്യത്തിലായി. നിങ്ങളൊക്കെ ഇതുപോലെയുള്ള ചെരുപ്പിട്ടുണ്ടാക്കുമ്പോ ഞാൻ ഇടുന്ന ചെരുപ്പ് കണ്ടോ? ഒരു രക്ഷയില്ല. ദരിദ്രം എന്ന് പറയുന്ന ചെരുപ്പ്. അല്ല, അതെന്ത് കിട്ടൂല, കിട്ടൂല, ചെരുപ്പ് കിട്ടൂല. ഞാൻ പിന്നെ ചില ചേർത്തലയില് ഒരു കടയുണ്ട്, അവിടെ ഉണ്ടാക്കിയോ ചെയ്യണേ. അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വലിയ പാടാണ് ഇപ്പം. കാരണം ആ പയ്യൻ ഇത്തിരി ആക്സിഡന്റ് പറ്റി അവൻ ഇരിക്കണോണ്ട് ഇപ്പൊ ഉണ്ടാക്കി തരാൻ രക്ഷയില്ല. അതുകൊണ്ട് ഈ ചെരുപ്പിട്ട് നോക്കണേ. എന്റെ പൊന്നോ, നമ്മള് മറ്റേ ഹൈറ്റ് കാണുമ്പോ നമ്മൾ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ വിചാരിക്കെങ്കിൽ അതിന്റെ പുറകിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ കട്ടിലൊക്കെ ചേച്ചിക്ക് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കിയതാണ്. കട്ടിലിനകത്ത് നീട്ടം കൂട്ടി ഉണ്ടാക്കിയതാണ്. എല്ലാം ഇങ്ങനെ എനിക്ക് വേണ്ടി മാത്രം. ചേച്ചി, നമുക്ക് സന്തോഷിക്കാം. നമുക്ക് എല്ലാത്തിനും യുണീക്ക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ചേച്ചിക്ക് മാത്രമുള്ള സാധനങ്ങളുണ്ട്, വേറെ ആർക്കും പറ്റില്ല. ചേച്ചി മാരീഡ് ആണ്, ഒരു മോനുണ്ട്.